ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ അടിസ്ഥാന പാഠാവലി 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങളും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം വായിക്കാം, പ്രവർത്തനം ഒന്ന് വായിക്കാം, എഴുതാം. നീർപക്ഷികളുടെ കൂടൊരുക്കൽ കാലം. വെള്ളത്തിൽ നടന്ന് ഇര തേടുന്ന പക്ഷികൾക്ക് പൊതുവായ ചില ശാരീരിക പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നീണ്ട കാലുകളും നീണ്ട കഴുത്തുകളുമാണ്. ജലകെട്ടുകളിൽ നടന്ന് ഇര തേടുന്നതിന് നീണ്ട കാലുകൾ സഹായിക്കും. ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കുവാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും. ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും. വെള്ളത്തിൽ നടന്ന് ഇര പിടിക്കുന്ന പക്ഷികളുടെ മറ്റ് പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ഇക്കൂട്ടരെ 3ആയി തരംതിരിക്കാം. ക്രെയിൻ, സ്റ്റോക്ക്, ഹെറൻ. ഇംഗ്ലീഷ് പേരുകൾ യഥാക്രമം സാരസങ്ങൾ, ഭഗങ്ങൾ, ഞാറുകൾ എന്നിങ്ങനെ മലയാളീകരിക്കാം. സാരസങ്ങളാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ പക്ഷികൾ. കേരളത്തിൽ ഇവയെ കാണാറില്ല. എന്നാൽ ചില ജാതി സാരസങ്ങൾ തമിഴ്നാട്ടിൽ കാണാറുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലും പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസങ്ങൾ ആണ്. ഇവ ആകാശത്തേക്ക് കൊക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. കൂടൊരുക്കുന്ന കാലത്ത് ആണും പെണ്ണും ചേർന്ന് മുഖാമുഖം നിന്ന് ഇത്തരത്തിൽ പാട്ട് കച്ചേരികൾ നടത്തുക പതിവാണ്. സി റഹീമിൻ്റെ ഒരു ലേഖനമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. പക്ഷികളുടെ നീണ്ട കാലും കഴുത്തും എന്തിന് സഹായകരമാണ്? വെള്ളത്തിൽ ഇര തേടാൻ, വെള്ളത്തിൽ നടക്കാൻ, വെള്ളം കുടിക്കാൻ, വെള്ളത്തിൽ മുങ്ങാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വെള്ളത്തിൽ ഇര തേടാൻ. ക്രെയിൻ, സ്റ്റോക്ക്, ഹെറൻ വിഭാഗം പക്ഷികളുടെ പ്രത്യേകത എന്ത്? ഇരകളെ കൊത്തി നോവിക്കുന്നു, വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു, ഇരകളെ ദിവസങ്ങളോളം സൂക്ഷിക്കുന്നു, ഇരകളെ പങ്കുവെച്ച് കഴിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു. ഇനി 3ാമത്തേത്, സാരസങ്ങളുടെ പ്രത്യേകത എന്താണ്? പറക്കാറില്ല, വലിയ പക്ഷികൾ, ഭാരം കൂടുതൽ, ചിറകില്ല. വലിയ പക്ഷികളാണ് ശരിയായ ഉത്തരം. 4ാമത്തേത്, ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ ആകർഷണം എന്താണ്? സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസം, വെള്ളത്തിലെ നീർപക്ഷികൾ, പഞ്ചവർണ്ണ തത്തകൾ, കൂനിയിരിക്കുന്ന കുളക്കൊക്കുകൾ. ശരിയായ ഉത്തരം എന്താണ്? സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസം. ഇനി നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം, സാരസങ്ങൾ പാട്ടുകച്ചേരി നടത്തുന്ന എപ്പോഴാണ്? കൂടൊരുക്കുമ്പോൾ, ഇര തേടുമ്പോൾ, ഇണയെ കാണുമ്പോൾ, ശത്രുവിനെ കാണുമ്പോൾ. ശരിയായ ഉത്തരം ഏതാണ്? ഇണയെ കാണുമ്പോൾ. ഓക്കെ. ഇനി അടുത്തത് പ്രവർത്തനം. ഒരു കത്ത് എഴുതാനാണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒരുപാട് കത്ത് പരിശീലിച്ചിരുന്നു. സെയിം ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. അതുങ്ങൾ വന്ന ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ? ആറ്റിരമ്പ് ഗ്രാമത്തിലെ പുഴയിൽ ഇതര നാട്ടുകാർ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം അറിഞ്ഞ് നാട്ടിലെ മീൻ പിടുത്തക്കാർ ക്ഷുഭിതരായി പറഞ്ഞതാണിത്. കച്ചവട ലാഭം നോക്കി മാത്രം പുഴകളെ മലിനമാക്കുന്നതും മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർത്തുന്നതും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതാനാണ്. അപ്പോൾ നമുക്ക് കത്തെഴുതാം. കത്തെഴുതുന്നതിന് നമുക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ നമുക്ക് പ്രേഷിതൻ, അതായത് നമ്മൾ ആരാണോ കത്തെഴുതുന്നത് അവരെ പേര് എഴുതണം. രാഹുൽ താന്നിക്കൽ ആറ്റിറമ്പ്. സ്വീകർത്താവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആറ്റിറമ്പ്. വിഷയം എന്താണ്? അതും എഴുതണം. ഇത് രണ്ടും എഴുതണം, വിഷയം എഴുതണം. വിഷയം നമുക്ക് എഴുതാം, പുഴ മലിനീകരണം സംബന്ധിച്ച്. പിന്നെ സർന്ന് എഴുതിയിട്ട് ആറ്റിറമ്പ് ഗ്രാമത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് ആറ്റിറമ്പ് പുഴ. ഈ പുഴയിലെ ജലമാണ് പ്രദേശവാസികൾ ഗാർഹിക ആവശ്യങ്ങൾക്കും കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്നത്. മീൻ പിടിക്കുന്നതിനായി അന്യനാട്ടുകാർ പുഴയിൽ നഞ്ചുൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ കലർത്തുന്നത് പുഴയിലെ ജലം ഉപയോഗയോഗ്യമല്ലാതാകുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് വിശ്വസ്തയോടെ ആറ്റിറമ്പ് നിവാസികൾക്ക് വേണ്ടി രാഹുൽ. അങ്ങനെ നമുക്ക് ഒരു മോഡലാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ അടിപൊളിയായി എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ അടുത്തത് പ്രവർത്തനം 3 അഭിമുഖ ചോദ്യാവലി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നല്ല മര്യാദക്കാർ. ആരും കാണാനില്ലെങ്കിൽ ഇവന്മാർ നഞ്ചു കലക്കി തന്നല്ലോ മീൻപിടുത്തം. നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ നാട്ടുകാരൻ്റെ വേദന നിങ്ങൾ കണ്ടില്ലേ? ആറ്റിറമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പൊന്മാനുകളുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? അവർ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യാവലി തയ്യാറാക്കുക. 4 ചോദ്യങ്ങൾ നിർമ്മിക്കണം. ഉപചോദ്യമുണ്ട്. പ്രളയാവസാനം കവിത എഴുതിയതാര്? കടമനിട്ട് രാമകൃഷ്ണൻ, സച്ചിദാനന്ദൻ, പുനലൂർ ബാലൻ, സുഗതകുമാരി. ശരിയായ ഉത്തരം എന്താണ്? സച്ചിദാനന്ദനാണ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. നഞ്ചു കിടക്കുമ്പോൾ മീനുകൾക്കല്ലാതെ
മറ്റു ജലജീവികൾക്കും ദോഷം സംഭവിക്കുമോ? നഞ്ചിൽ എന്തെല്ലാം ഹാനികരമായിട്ടുള്ള വസ്തുക്കളാണ് ഉള്ളത്? നഞ്ച് കലക്കി മീൻ പിടിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? അതേപോലെ നഞ്ച് കലക്കി പിടിക്കുന്ന മീൻ കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? നഞ്ച് കലക്കി മീൻ പിടിക്കുന്നത് ആ പുഴയുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം. ഇനി അടുത്തത് ഒരു താരതമ്യക്കുറിപ്പാണ്. കൂട്ട്. ഒന്നായി നിന്നാൽ ഒന്നും ആവില്ല, ഒന്നായി നിന്നാൽ ഒന്നാമതാവാം, ഒത്തു 10 കൈകൾ ചേർന്നാൽ ഒത്ത മലയും ആനുപൊക്കം. അനേ കൃഷ്ണ. സച്ചിദാനന്ദ കൈകോർത്തവ പറഞ്ഞത് എന്ന കവിത വായിച്ചില്ലേ? ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പം ഇതുപോലെയുള്ളൊരു കുറിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു പാഠത്തിൽ പഠിക്കുന്നത് എന്താണ്? നമ്മൾ ഒന്നിച്ച് നിന്നാലും നമുക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാം എന്നതാണ് സന്ദേശമാണ് ആര് നൽകുന്നത്? നമ്മുടെ കൈക്കോർത്തവർ പറഞ്ഞത് എന്ന കവിതയിൽ കവി നമ്മളോട് നൽകുന്നത്. അതേപോലെ തന്നെ ഇവിടെയുള്ള കൂട്ട് എന്ന കവിതയും ഇതേ ആശയം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അത് നമുക്ക്, അതായത് എല്ലാവരും സ്വന്തം ദൗർബല്യം തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ ഒന്നിച്ചു നിൽക്കുക. അപ്പോൾ ഒരു ശക്തിക്കും ഒരു പ്രതിസന്ധിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഐക്യമത്യ മഹാബലം എന്ന പഴഞ്ചൊല്ല് വെറും വാക്കല്ല, വലിയ അർത്ഥമാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ഒരേ മനസ്സോടെ കൈകോർത്ത് നിന്ന് കേരളം കണ്ട വലിയ പ്രളയത്തെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ കൂട്ടായി ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് കൂട്ട് എന്ന കവിതയും അതേപോലെ തന്നെ സച്ചിദാനന്ദൻ്റെ കൈകോർത്തവ പറഞ്ഞത് എന്ന കവിതയും ഒരേ ആശയമാണ് പങ്കുവയ്ക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഒരുമ എന്ന സന്ദേശം നൽകുന്ന പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കുക. ആപത്ത് പറ്റോടെ നിറകുളം തുളുമില, ഐക്യമത്യ മഹാബലം തനിക്കു താനും പുരയ്ക്ക് തോന്നും. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ഐക്യമത്യ മഹാബലം. ഇനി അടുത്ത ഒരു ആസ്വാദനക്കുറിപ്പാണ്. ഇല എന്ന കവിതയാണ്. മുട്ടുപോലിരുന്നപ്പോൾ അവളൊരു ചെമ്പനീരായിരുന്നു. പതിയെ അവൾ തത്തമ്മ തൂവലിൻ്റെ മിനുത്ത ഇളം പട്ടുപോലെയായി. ദിവസങ്ങൾ പോയതിനിടയിൽ എത്ര എറുമ്പുകളാണ് അവളെ മടക്കി വീടുണ്ടാക്കാൻ ശ്രമിച്ചത്. കുശുംബന്മാർ. അവൾ തന്നെത്താൻ പറഞ്ഞു, ദിവസം തോറും അവൾ മഞ്ഞയായി കൊണ്ടിരിക്കുന്നു. വിരിഞ്ഞപ്പോൾ പൂ പോലെ മൃദുലം, പിന്നെ പച്ച, ഇപ്പോഴതാ മഞ്ഞ. ഇനി നാളെ എന്താവും? അവൾ ആശയോടെ സ്വപ്നം കണ്ടു. പക്ഷേ അവൾക്കറിയില്ലല്ലോ അവൾ ഇനി മണ്ണിൽ നെറ്റേറ്റു വീഴുമെന്ന്. ഇല എന്ന കവിതയാണ് ആതിര കെയുടെ. കവിത വായിച്ചില്ലേ? ഇലയുടെ രൂപമാറ്റങ്ങൾ മനോഹരമാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആദ്യം നമ്മൾ ആരാണിത് എഴുതിയത്? ആതിര കെയുടെ ഇല എന്ന കവിതയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്. ഇലയുടെ ജീവിത ചക്രം വളരെ മനോഹരമായിട്ട് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മുട്ടുപോലെ ഇരുന്നപ്പോൾ ചെമ്പനീരായിരുന്നു. അതേപോലെ പതിയെ തത്തമ്മ തൂവലിൻ്റെ മിനുത്ത ഇളം പട്ടുപോലെയായി. പിന്നെ ദിവസങ്ങൾ മാറിമറിഞ്ഞപ്പോൾ ഉറുമ്പുകൾ മടക്കി അവളെ വീടുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ദിവസം തോറും ഇലകൾക്ക് ഭാവമാറ്റം സംഭവിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കഥാപാത്ര നിരൂപണം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അവസാനത്തെ ഇലയിലെ ബർമാൻ ഒരു അത്ഭുത മനുഷ്യനാണ്. അവയാളുടെ ഇടപെടലാണ് ജോൺസിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ബർമാനെക്കുറിച്ചുള്ള നിങ്ങളുടെ വായനവും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പിന്നെ കിണറ്റി വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റം എന്ന പാഠകത്തെ ആശയമായി പൊരുത്തമില്ലാത്ത പ്രസ്ഥാനം എന്താണ്? അപ്പോൾ അതിൽ പൊരുത്തമില്ലാത്തത് പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം എന്നതാണ് പൊരുത്തമില്ലാത്തത്. ബാക്കിയെല്ലാം അതിനോട് അനുകൂലിക്കുന്നതാണ്. വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. സഹജീവികളോടുള്ള കരുതൽ നമ്മുടെ കടമയാണ്. എല്ലാവർക്കും തൻകാര്യം തന്നെയാണ് പ്രധാനം. ഇതൊക്കെയാണ് അതിനോട് യോജിച്ച് നിൽക്കുന്നത്. യോജിക്കാത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബർമാൻ്റെ ഒരു കഥാപാത്ര നിരൂപണം നോക്കാം. അവസാനത്തെ ഇല എന്ന കഥയിലെ ശക്തമായ കഥാപാത്രമാണ് മോഡലായ പരസ്യ ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാൻ മോഹിച്ചിരിക്കുന്ന ബർമാൻ എന്ന ചിത്രകാരൻ. ജോൺസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വള്ളിച്ചെടി ഒരു ഇല വരച്ചു ചേർക്കണമെന്ന് സ്യൂ പറഞ്ഞപ്പോൾ ബർമാൻ എതിർത്തു. എന്നാൽ അതായിരിക്കാം തൻ്റെ വിശ്വപ്രസിദ്ധമായ പെയിൻറ്റിംഗ് എന്ന വിശ്വാസത്തോടെ ഞരമ്പുകൾ കോച്ചുന്ന തണുപ്പത്തിരുന്ന് ബർമാൻ ചിത്രം പൂർത്തിയാക്കുന്നു. മിസ്റ്റർ ന്യൂമോണിയ ബർമാനെ കൊണ്ടുപോകുമ്പോൾ തൻ്റെ
ന്യൂമോണിയ ബർമാനെ കൊണ്ടുപോകുമ്പോൾ തൻ്റെ പെയിൻറ്റിങ് കണ്ട് ജോൺസി രക്ഷപ്പെട്ടു കാരണം എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കും. ഈ കഥയിലെ തിളക്കമുള്ള ശക്തമായ കഥാപാത്രമാണ് ബർമാൻ. രൂപത്തിൽ വിരൂപതയുള്ള വൃദ്ധനായ ബർമാൻ ആഹാരത്തിനു വേണ്ടി മോഡലായി പ്രവർത്തിക്കുന്നു. സ്വന്തം ജീവൻ പണയപ്പെടുത്തി മാസ്റ്റർ പീസ് പെയിൻറ്റിങ് നടത്തിയ ബർമാൻ കഥയിലെ അതുല്യ കഥാപാത്രമാണ്. അപ്പോൾ നമുക്ക് 5 പ്രവർത്തനം എഴുതിയാൽ മതി. ഓക്കെ, 5 പ്രവർത്തനം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത എക്സാമിൻ്റെ സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വീണ്ടും പരിചയപ്പെടാം, വീണ്ടും കാണാം. അതേപോലെ തന്നെ നമ്മൾ എല്ലാ